ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖിലജീന മൈസ്റ്റർ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഉത്തരാണ്ടി വന്ന ശേഷം പുതിയ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൺബോക്സിങ് മാത്രമല്ല കേട്ടോ, ഞാൻ ഈ ഫ്രിഡ്ജിലെ വെജിറ്റബിൾസും എൻ്റെ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ട് വെക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം കിച്ചൺ അവിടെ ആയതുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ സെറ്റ് ചെയ്യണമെന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു. ഫ്രിഡ്ജ് ഞങ്ങൾ ഓപ്പൺ ചെയ്തു. നല്ല ഒതുങ്ങിയ ഫ്രിഡ്ജാണ്. ഓൺലൈനായിട്ട് ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുന്നതും എൻ്റെ വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വെക്കുന്നതായിട്ട് കാണുമ്പോൾ കുറച്ച് ഐഡിയാസ് അബൌട്ട് ഫ്രിഡ്ജിനെ എങ്ങനെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യും. എനിക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിഡ്ജ് വാരി വലിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ സെറ്റ് ചെയ്യുന്നത് അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതങ്ങനെ ഒരു കുട്ടി വീഡിയോ ആണേ. ഇവിടെ സ്റ്റോർ റൂം ആയിരുന്നു. ഇതിനകത്ത് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നമ്മൾ വെജിറ്റബിൾ കവേഴ്സ്, ഫ്രിഡ്ജ് ട്രേ, ഐറ്റംസ് ഉണ്ട്. നമ്മുടെ വെജിറ്റബിൾ കവേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ പ്രസൻറ്റ് ഉത്തരാണ്ടിലാണ് കേട്ടോ ഉള്ളത്. വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അപ്പോൾ ഫ്രിഡ്ജ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മേടിക്കുന്നത്. ഉത്തരാണ്ടി നല്ല തണുപ്പായതിനാൽ വെജിറ്റബിൾസ് ഒന്നും ഒരു കുഴപ്പമില്ലാണ്ടാണ് ഇരിക്കുന്നത്. എന്നാലും നമുക്ക് ഫ്രിഡ്ജ് അത്യാവശ്യമാണല്ലോ. ഡെലിവറിയൊക്കെ ചെയ്തിരുന്നാലും ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ വെജിറ്റബിൾസ് എല്ലാം ഇതേപോലെ വെജിറ്റബിൾ കവർ വാങ്ങിക്കുന്നതാണ് കേട്ടോ നല്ലത്. നല്ലൊരു സെറ്റ് തന്നെ ഏകദേശം 150 തന്നെ ഒരു 7 or 8 ഒക്കെ വരുന്നൊരു സെറ്റാണ്. അപ്പോൾ അത് നമുക്ക് നല്ല ലാഭമായിട്ടാണ് തോന്നുന്നത്. മീഷോയിലും അങ്ങനത്തെ ഒരുപാട് ഓൺലൈൻ വെബ്സൈറ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ബാഗിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതേപോലെ വെജിറ്റബിൾസ് ട്രേയും ഉണ്ട്. ബട്ട് ഇത്രയും വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ ബാഗിൽ വെക്കുന്നതാണ് കുറച്ചും കൂടെ സേഫും സ്പേസ് കൺവീനിയൻ്റ് ആയിട്ടൊക്കെ വെക്കാനൊക്കെ കുറച്ചും കൂടെ നല്ലത് വെജിറ്റബിൾ ബാഗാണ് കേട്ടോ. നമ്മളെല്ലാം എടുത്തിട്ടു. ഇനിയുള്ളത് ഇത് ഞാൻ ട്രെയിൽ യൂസ് ചെയ്യുന്ന പച്ചക്കറിയാണ് കേട്ടോ. സോ നമ്മൾ പൊട്ടറ്റോ ഒന്നും ഇടില്ല, അത് അടിയിൽ തന്നെ ഇടും. പൊട്ടറ്റോ നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കില്ല, സോ അവിടെ തന്നെ വെച്ചു. ഇത് നമുക്ക് ട്രെയിൽ വെക്കാം. നമ്മളിപ്പോൾ പാക്ക് ചെയ്ത എല്ലാ വെജിറ്റബിൾസും ഫ്രിഡ്ജിൻ്റെ ഏറ്റവും ലോവറിലുള്ള ഈ ട്രെയിലാണ് കേട്ടോ വെക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിന് ഇത് ഒരു വെജിറ്റബിൾ ട്രേ ആണ്. അപ്പോൾ അവിടെ തന്നെയാണ് മാക്സിമം എല്ലാം നമ്മൾ വെക്കാനായിട്ട് നോക്കുക. സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. നമുക്ക് ഒരു ഡെയിലി അല്ലെങ്കിൽ നമ്മളൊരാഴ്ച ഇത്രയും പച്ചക്കറി മേടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് തന്നെ വെക്കാനും പറ്റും. ഇത് നമുക്ക് ട്രേ എടുക്കാം. ട്രേയിൽ ഞാൻ ടൊമാറ്റോ, ചില്ലി, ജിഞ്ചർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ എടുക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും ട്രെയിൽ എടുത്തു കഴിഞ്ഞാൽ സ്പേസ് ഭയങ്കരമായിട്ടായി പോകും. ഇത് ബാഗിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് പെട്ടെന്ന് ഇങ്ങനെ ചീത്തയായി പോകുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇതെൻ്റെ ഫേവറേറ്റ് ഡെയിലി യൂസ് ചെയ്യുന്ന ട്രേ ആണ് കേട്ടോ. 4 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ബാക്കി വരുന്ന പീസസ് അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ എടുത്ത് വെക്കും. കാരണം ഫസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളത് കാണത്തില്ല. ഉള്ളതിനകത്തൊക്കെ ഞാൻ കറിവേപ്പിലയൊക്കെ ഇതിടും. അതൊന്നും ഇപ്പം എൻ്റെ ഇല്ല. അതുപോലെ ഒന്നിൽ ജിഞ്ചറും ഗാർലിക്കും എല്ലാം പൊളിച്ചിടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുക്കിംഗ് ടൈമിൽ വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട് ഒരു ഒറ്റ ട്രേ എടുത്താൽ മതി. അതിനകത്ത് തന്നെ ജിഞ്ചറും ഗാർലിക്കും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കാണും കേട്ടോ. ഇതിപ്പോൾ നൈറ്റ് ടൈമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന കറികളെല്ലാം എടുത്ത് വെക്കുവാണ്. ഇത്രയാണ് കേട്ടോ എനിക്ക് പ്രസൻറ്റിലായിട്ട് വെക്കാനുള്ളത്. അതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി പുറമേ ഉള്ള ഫ്രിഡ്ജിൻ്റെ ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ ഈ ടവൽ നമ്മൾ ഹൈദരാബാദിലായിരുന്നപ്പോഴേ യൂസ് ചെയ്തതാണ് കേട്ടോ. വെച്ചാൽ എൻ്റെ അമ്മ ചെയ്ത മാറ്റൊക്കെയാണ് ഇതൊക്കെ. നമ്മൾ ഹൈദരാബാദിലായിരുന്നപ്പോൾ ഫ്രിഡ്ജ് ഡെക്കറേറ്റ് ചെയ്ത പോലെയാണ് ഇപ്പോഴും ചെയ്യേണ്ടത്. അത് വെറും 6 months നമ്മൾ ഉപയോഗിച്ചുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഉത്തരാഖണ്ഡിലോട്ടുള്ള പോസ്റ്റിംഗ് വന്നത്. ഉത്തരാഖണ്ഡ് ഹൈദരാബാദ് നല്ല ഡിസ്റ്റൻസ് ഉള്ളത്. ട്രാവൽ എത്രമാത്രം സേഫ് ആവുമെന്ന് അറിയത്തേണ്ടത് അത് നമ്മൾ സെയിൽ ചെയ്തു. ഇപ്പോഴാണ് ഐസ് ക്യൂബ് കാര്യങ്ങളൊക്കെ കണ്ടത്. അതും പിന്നെ എഗ് ട്രേയും ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ എടുത്ത് വെച്ചു. ബാക്കി കുറച്ച് ഐറ്റംസിൻ്റെ ഉള്ളിൽ സാധനങ്ങളില്ലാത്തതുകൊണ്ട് അത് ഫ്രിഡ്ജിനകത്ത് വെക്കും. അങ്ങനെ വെറുതെ ഫ്രിഡ്ജിൽ സ്പേസ് കളയരുത്. അങ്ങനെ ഫ്രിഡ്ജ് സെറ്റായി. പ്രത്യേകിച്ച് ഫ്രിഡ്ജ് ടൂറോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പഴയ വീഡിയോസിൽ ഫ്രിഡ്ജ് ടൂർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അഖിലജീന മൈസ്റ്റർ.